നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ജഗന്നാഥപുരിയിലെ രഥോത്സവത്തിന്റെ ആഹ്ലാദം പങ്കുവച്ച് ബംഗ്ലാദേശിലെ ധംറയിലെയും ധാക്കയിലുമടക്കം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് രഥയാത്രകൾ ആഘോഷപൂർവ്വം നടന്നു. 10,000-കണക്കിന് ഭക്തരാണ് ഓരോ രഥയാത്രയിലും പങ്കാളികളായത്. ജൂലൈ 7-ന് ആരംഭിച്ച രഥോത്സവം കഴിഞ്ഞ ദിവസം ജഗന്നാഥ യാത്രയോടെ സമാപിച്ചു. ഭജന, പ്രഭാഷണങ്ങൾ, അഗ്നിഹോത്രം, സാംസ്കാരിക പരിപാടികൾ, ഗീതാപാരായണം, മഹാപ്രസാദ വിതരണം തുടങ്ങി പരമ്പരാഗത ചടങ്ങുകളുമായാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ധംറയിലെയും ധാക്കയിലെയും ക്ഷേത്രങ്ങൾ രഥോത്സവം കൊണ്ടാടിയത്. ധാക്കേശ്വരി ക്ഷേത്രത്തിൽ ഭഗവാൻ ജഗന്നാഥൻ, ബലരാമൻ, സുഭദ്ര എന്നിവരുടെ വിഗ്രഹങ്ങൾ വലിയ രഥങ്ങളിൽ വഹിച്ചുകൊണ്ടായിരുന്നു ഘോഷയാത്ര. ഘോഷയാത്രയ്ക്ക് മുന്നോടിയായി ധാക്കേശ്വരി ക്ഷേത്രത്തിൽ പ്രഭാഷണം നടത്തി സ്വാമി ബാഗ് ഏരിയയിലെ ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസും ഘോഷയാത്ര സംഘടിപ്പിച്ചു. 2010-ൽ ധാംറയിൽ 1.5 കോടി രൂപ ചിലവിലാണ് പുതിയ രഥം നിർമ്മിച്ചത്. 37 അടി ഉയരവും 20 അടി വീതിയുമുള്ള രഥത്തിന്റെ നിർമ്മാണത്തിനായി 40ഓളം കരകൗശല വിദഗ്ധർ 6 മാസത്തിലേറെ അക്ഷീണം പരിശ്രമിച്ചു. തേക്ക്, ചമ്പൽ മരങ്ങൾ ഇരുമ്പുകൂട്ടിൽ സ്ഥാപിച്ചിരിക്കുന്നു. കൂടാതെ രഥത്തിൽ നിറയെ മനോഹരമായ കലാരൂപങ്ങളും കൊത്തിയെടുത്തിട്ടുണ്ട്. ഇതിന് ഇരുമ്പുകൊണ്ട് നിർമ്മിച്ച 15 ചക്രങ്ങളുണ്ടായിരുന്നു. രഥത്തിന് മുന്നിൽ 2 മരക്കുതിരകളും ഒരു സാരഥിയുമുണ്ട്. ഇതുകൂടാതെ രഥത്തിന്റെ വിവിധ പടികളിലെ അറകളിൽ മരത്തിൽ നിർമ്മിച്ച ദേവീ ദേവന്മാരുടെ വിഗ്രഹങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നു. വർഷം മുഴുവനും തുറസായ സ്ഥലത്ത് മറയില്ലാതെയാണ് രഥം സൂക്ഷിക്കുന്നത്, ചുമതലയുള്ള ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഇക്കാരണത്താൽ അതിന്റെ തിളക്കം നഷ്ടപ്പെടുന്നു. എന്നാൽ രഥയാത്രയ്ക്ക് മുമ്പ് എല്ലാ വർഷവും ഉത്സവത്തിനായി രഥം വീണ്ടും ഒരുക്കും. ബംഗ്ലാദേശ് ഭക്ഷ്യമന്ത്രി സദൻ ചന്ദ്ര മുജുംദാർ, ബംഗ്ലാദേശ് പൂജ ഉദ്ദജ്പൻ പരിഷത്ത് പ്രസിഡന്റ് JK ഭൗമിക് തുടങ്ങി നിരവധി പ്രമുഖർ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.